അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, നമുക്ക് വീണ്ടും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മളോടൊപ്പം അതിഥികളൊക്കെയുണ്ട്. അപ്പോൾ 3 പേരും കൂടി നമുക്കൊരു നല്ല ഓണപ്പാട്ട് പാടി തരണം, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു 3 പേർക്കും കൂടി പാടാൻ പറ്റുന്ന ഒരു പാട്ട് പറഞ്ഞാൽ ഏത് പാട്ട് പാടും? അത്തപ്പൂന്നുള്ളി പാടിയാലോ? ശരി, അപ്പൊ അത്തപ്പൂന്നുള്ള തുള്ളിക്കോളൂ. അത്തപ്പൂവും നുള്ളി തൃത്തപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നുഞാടിലാടി തെന്നലിവാ ഒന്നാനം കുന്നിലൊളിവാ. അത്തപ്പൂവും നുള്ളി തൃത്തപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നുഞാടിലാടി തെന്നലിവാ ഒന്നാനം കുന്നിലൊളിവാ. കുട്ടികളൊക്കെ ട്രെയിൻ ചെയ്യിക്കോ? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ചാനല് റിയാലിറ്റി ഷോയില് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കും അല്ലേ? ഇതിന്റെ മത്സരം എങ്ങനെ? അപ്പൊ എങ്ങനെയായി? ഓരോരുത്തർക്കും ഒന്നാമതാകണം എന്നാണല്ലോ. അപ്പൊ എങ്ങനെയാ അവരെ ട്രെയിൻ ചെയ്യിക്കുക? അവരുടെ ഇഷ്ടത്തിലുള്ള പാട്ടാണോ അതോ? നമ്മൾ അത് ഡിപ്പെൻസ്, റൗണ്ട്സിനനുസരിച്ചുള്ള പാട്ടുകളായിരിക്കും കൊടുക്കുക. അവരുടെ സജഷൻസ് ഉണ്ടാവും. പിന്നെ നമുക്ക് കുട്ടീനെ ഗ്രൂം ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഏത് തരത്തിലുള്ള പാട്ടുകളാണ് അവർക്ക് പറ്റുക എന്നൊക്കെ ഉള്ളത്. നമുക്ക് ഗ്രൂം ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് അവർക്ക് പറ്റുന്ന പാട്ടുകൾ, ഓഫ് കോഴ്സ് പിന്നെ ചലഞ്ചിങ് റൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ എന്ത് പാട്ട് കൊടുത്താലും അവർ അതിന് എന്താ പറയുക, അത്രയും പ്രാക്ടീസ് ചെയ്ത് അതിന് ആപ്റ്റ് ആയിരിക്കണം എന്നുള്ള രീതിയിലേക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇതിനിടയ്ക്ക് ഒരു ഓണപ്പാട്ട് പാടി അത് ഇന്ന് റിലീസാണോ? കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തോ? ഓക്കെ, അതേതായിരുന്നു പാട്ട്? അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യാറുണ്ട് ആണല്ലേ? അപ്പൊ രണ്ടുപേരും കൂടെ ഒരു പ്രോജക്ട് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് അതും കൂടി കേൾക്കാം. ശരി, പാടാം. പൊന്നോണം വന്നല്ലോ, തിരുവോണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ, തിരുവോണം വന്നല്ലോ, തിരുമുറ്റത്തൊരു കളം പൂക്കളമിടാം. പൊന്നോണം വന്നല്ലോ, തിരുവോണം വന്നല്ലോ, തിരുമുറ്റത്തൊരു കളം പൂക്കളമിടാം. അലഞ്ഞൊറിയും കാറ്റേ പൂങ്കാറ്റേ വീശിവാ, വയലലയിൽ നിറയും പൂമഞ്ഞേ കുളിരുത, നിറയും നിറയും കതിർപ്പാടം വയലോരം ചെറുവരമ്പുകളും കളം പൂക്കളമിടും. പൊന്നോണം വന്നല്ലോ, തിരുവോണം വന്നല്ലോ, തിരുമുറ്റത്തൊരു കളം പൂക്കളമിടാം. പെട്ടെന്ന് പാടാൻ പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണല്ലേ? ഓക്കെ, നമുക്ക് എന്താണെന്നറിയാമോ, നമുക്കിതിന്റെ പിന്നെ എനിക്ക് ജനഗണമന ഒഴികെ ഒരു പാട്ടും പാടാൻ അറിഞ്ഞുകൂടാത്ത ഒരാളാണ്. അപ്പൊ നമുക്കിതിന്റെ എഫോർട്ട് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. പെട്ടെന്ന് പാടാൻ പറയുമ്പോൾ ഗായകരൊക്കെ ഇങ്ങനെ പാടിയില്ല ഇങ്ങനെ, അത് കഴിഞ്ഞ് പാടാൻ തുടങ്ങി കഴിയുമ്പോൾ അപ്പുറത്തെ ചേട്ടന്മാരോട് പറഞ്ഞിട്ട് അതല്ല അതിന്റെ അപ്പുറത്തെ ഏതപ്പുറത്തെ. അപ്പൊ